നമസ്കാരം, വെൽക്കം ടു ട്രൂവെൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് UGC നെറ്റ് JRF കോമേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് യൂണിറ്റ് ആയ ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് ശിവാനി രാജേന്ദ്രൻ, UGC നെറ്റ് JRF ക്വാളിഫൈഡ് ഇൻ 2021 ഇൻ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്നുള്ള പോർഷൻസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളത്, പിന്നെ ബിസിനസ് എൻവിറോൺമെൻറ്റ് കാരണം ഒരു ബിസിനസ് എത്രത്തോളം എഫക്റ്റ് ആവും എന്നുള്ളത്, പിന്നെ മോണിറ്ററി പോളിസിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, എക്കണോമിക് സ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷൻ റേറ്റ്സ്, മണി സപ്ലൈനെ കുറിച്ച്, മണി സപ്ലൈ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ബിസിനസ് എൻവിറോൺമെൻറ്റിൽ പഠിക്കാൻ പോവുകയാണ്. ആൻഡ് ദെൻ ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വേരിയസ് ഇൻ്റർനാഷണൽ തിയറീസ് എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് ഒരു സാധാ കമ്പനി, ഒരു ഡൊമസ്റ്റിക് കമ്പനി എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് മാറുകയാണ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ള ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സം ടോട്ടലാണ്. നമ്മുടെ ചുറ്റും ഒരു ബിസിനസ് നടത്തുന്നവരുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. സോ ഈ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത് ബിസിനസ്സിന് അകത്തായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരു കമ്പനിയെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഈ ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ടോട്ടൽ സം ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഹാസ് എൻ ഇൻഫ്ലുവൻസ് ഓൺ ബിസിനസ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. സോ ഈ ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റിന് നമ്മൾ പഠിക്കുന്നത് കാരണം നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ത്രെറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതനുസരിച്ച് നമുക്ക് ഫ്യൂച്ചറിലോട്ടുള്ള പ്ലാനിങ്സ് ഒക്കെ നടത്താൻ പറ്റും. പ്രോഫിറ്റ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, കമ്പനിയെ എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാ തീരുമാനങ്ങളും നമുക്ക് ഈ ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്. സോ ഈ ഒരു ടോപ്പിക് ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബിസിനസ് എൻവിറോൺമെൻറ്റ് നമുക്ക് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ്, അതർ വൺ ഇസ് ദ എക്സ്റ്റേർണൽ എൻവിറോൺമെൻറ്റ്. ഈ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് വാല്യൂ സിസ്റ്റംസ്, ഒരു കമ്പനിയുടെ വിഷൻ എന്താണ്, ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പിന്നെ ആ കമ്പനിയുടെ സ്ട്രക്ചർ എന്താ, ഹൈറാർക്കി എന്താണ്, അതാണ്. പിന്നെ കോർപ്പറേറ്റ് കൾച്ചർ, പിന്നെ അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ലോയൽറ്റി, ലേബർ യൂണിയൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഇതൊക്കെയാണ് ഒരു ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും ആ കമ്പനിക്ക് വേണം എന്ന് തോന്നുമ്പോൾ അവർക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ എക്സ്റ്റേർണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു എൻവിറോൺമെൻറ്റ് ആണ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റിലുള്ള ഒബ്ജക്റ്റീവ്സ്, ഇപ്പോൾ കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്, ആ ഒബ്ജക്റ്റീവ്സ് അവർക്ക് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അവർക്ക് ഒരു റെസൊല്യൂഷൻ വെച്ച് ആ ഒരു ഒബ്ജക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഇപ്പോൾ ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ റിട്ടയർ ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ റിസൈൻ ചെയ്താലോ അപ്പോൾ നമുക്ക് ആ മാനേജിങ് ഡയറക്ടർ പൊസിഷനിലോട്ട് വേറെ ഒരു മാനേജിങ് ഡയറക്ടറെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോ ഇങ്ങനത്തെ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റിലുള്ള ഫാക്ടേഴ്സ്, അതായത് വാല്യൂ സിസ്റ്റം, മിഷൻ, ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, കോർപ്പറേറ്റ് കൾച്ചർ, ക്വാളിറ്റി ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ്, ലേബർ യൂണിയൻ, ഇതൊക്കെ ഒരു ബിസിനസ്സിനെ ഇൻറ്റേർണലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വേറസ് എക്സ്റ്റേർണൽ എൻവിറോൺമെൻറ്റ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അൺകൺട്രോളബിൾ ആണ്. ഒരു കമ്പനിയുടെ കയ്യിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് എക്സ്റ്റേർണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേർണൽ എൻവിറോൺമെൻറ്റ് നമുക്ക് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് മൈക്രോ എൻവിറോൺമെൻറ്റ്, ദാൻ ദ അതർ വൺ ഇസ് ദ മാക്രോ എൻവിറോൺമെൻറ്റ്. ഈ മൈക്രോ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് കമ്പനി ഡയറക്റ്റായിട്ട് എവറി ഡേ ഡീൽ ചെയ്യുന്ന ഒരു ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. ഇതൊക്കെയാണ് മൈക്രോ എൻവിറോൺമെൻറ്റ്. സപ്ലയേഴ്സ്,
കസ്റ്റമേഴ്സ്, മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്ററീസ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് പബ്ലിക്. ഇവരൊക്കെയാണ് ഡയറക്റ്റ്ലി കമ്പനി ഡേ ടു ഡേ ബേസിസിൽ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെയാണ് മൈക്രോ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ മാക്രോ എൻവിറോൺമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാക്രോ എൻവിറോൺമെൻറ്റ് നമുക്ക് വലിയ ഒരു ആഗ്രിഗേറ്റ് എൻവിറോൺമെൻ്റ് ആണ്. ആഗ്രിഗേറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഡെമോഗ്രഫിക്കൽ ചേഞ്ചസ് വരാം, പൊളിറ്റിക്കൽ ചേഞ്ചസ് വരാം, ലീഗൽ ചേഞ്ചസ് ഉണ്ടാവാം, എക്കണോമിക്കൽ ചേഞ്ചസ് ഉണ്ടാകാം, കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടാവാം, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം, പിന്നെ ഗ്ലോബൽ ചേഞ്ചസ് ഉണ്ടാവാം. സോ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്കത് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയൂല. നമുക്ക് അതനുസരിച്ച് നമ്മുടെ പ്ലാൻസ് ആൻഡ് ടാർഗറ്റ്സ്, സ്ട്രാറ്റജീസ് ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, അല്ലാതെ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഏതൊക്കെയാണ് മാക്രോ എൻവിറോൺമെൻറ്റ്? ഡെമോഗ്രാഫിക് എൻവിറോൺമെൻറ്റ്, എക്കണോമിക് എൻവിറോൺമെൻറ്റ്, സോഷ്യോ കൾച്ചറൽ എൻവിറോൺമെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവിറോൺമെൻറ്റ്, ഗ്ലോബൽ എൻവിറോൺമെൻറ്റ്. സോ ഈ എക്സ്റ്റേണൽ മാക്രോ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻ നേച്ചറാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്. ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ഇൻ നേച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പിന്നെ ഈ ഫാക്ടേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയൂല. നമുക്ക് ഒരു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രസിഡൻറ്റ്, ഇവരെയൊക്കെ നമ്മൾ ബിസിനസ് ബാധിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല, അല്ലേ? ദ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ഓർ ദ ലെജിസ്ലേച്ചർ, ഇതൊക്കെ നമുക്ക് ഒരിക്കലും നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമുക്ക് മാറ്റാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ കൺട്രിയുടെ ഇൻഫ്ലേഷൻ, എക്കണോമിക് റേറ്റ്സ്, ഇൻഫ്ലേഷൻ ഓർ മണി സപ്ലൈ ഓർ ബാങ്ക് റേറ്റ്സ്, അല്ലെ ഫോറിൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്സ്, ഇതൊക്കെ നമ്മുടെ ബിസിനസ് ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോഫിറ്റ് കുറയുമെന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ദീസ് ആർ അൺകൺട്രോളബിൾ ആൻഡ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് ഡൈനമിക് ഇൻ നേച്ചർ ആൻഡ് കീപ്സ് ഓൺ ചേഞ്ചിങ്. ഓക്കെ, സോ ഇപ്പോൾ ഇന്ന് ഉള്ള ഗോൾഡ് റേറ്റ് ആയിരിക്കില്ല നാളെ ഉള്ള ഗോൾഡ് റേറ്റ്, റൈറ്റ്? സോ ഇപ്പോൾ നമ്മുടെ ഫോറിൻ കറൻസി, ദ എക്സ്ചേഞ്ച് റേറ്റ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. നാളത്തെ എക്സ്ചേഞ്ച് റേറ്റ് ഇന്നുമായിട്ട് നമുക്ക് ഒരേപോലെ ഇരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് ദ എക്സ്റ്റേണൽ മാക്രോ എൻവിറോൺമെൻറ്റ് keeps on changing. It is dynamic and nature, okay, and it has a wide aspect. ഇത് ഒരു വൈഡ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന ഫാക്ടർ ആയിരിക്കില്ല. ഇപ്പോൾ ബാങ്ക് റേറ്റ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടുന്ന റേറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പലരും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കൂല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മണി സപ്ലൈ കുറയും. നമ്മുടെ ഇന്ത്യയിൽ ഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന മണി സപ്ലൈ തീർച്ചയായിട്ടും കുറയും, അല്ലേ? സോ അങ്ങനെ ആവുമ്പോൾ ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു സിംഗിൾ ബിസിനസ്സിനെ മാത്രം അഫക്റ്റ് ചെയ്യൂല ഈ ഒരു കാര്യം എല്ലാ കമ്പനീസ്, എല്ലാ ഇൻഡസ്ട്രീസിനും, എല്ലാ ഇൻഡിവിജ്വൽസിനും അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇറ്റ് ഹാസ് എ ഹ്യൂജ് ഇമ്പാക്റ്റ്. മാക്രോ എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, മാക്രോ എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും ചെറിയ ഒരു മാറ്റം വന്നു കഴിഞ്ഞാലും അത് എൻറ്റയർ കൺട്രി ഓർ എൻറ്റയർ ഗ്ലോബൽ ബേസിസിൽ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മാക്രോ എൻവിറോൺമെൻറ്റ് ചേഞ്ചസിന് ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാകും. ഒരു ചെറിയ കാലഘട്ടത്തിലല്ലാതെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡിമോണിറ്റൈസേഷൻ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പോലും ഇല്ല. ഓവർ നൈറ്റിൽ അനൗൺസ് ചെയ്തു 500 rupees and 1000 rupees വിൽ നോട്ട് ബി വാലിഡ് എനിമോർ എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു കംപ്ലീറ്റ് എക്കണോമിക് സ്റ്റാഗ്നേഷനാണ് നമ്മുടെ കൺട്രി നോക്കിയത്. ഓക്കെ, അതേപോലെ GST ലോ വന്നപ്പോഴും നമ്മുടെ കൺട്രി എൻറ്റയർ ടാക്സേഷൻ സിസ്റ്റം തന്നെ ഒരു ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വന്നു. ആൻഡ് ഓൾ ദോസ് വെർ നോട്ട് ഈസിലി അഡാപ്റ്റബിൾ. ഭയങ്കര ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എല്ലാവരെയും കൊണ്ട്. ഇത് തുടങ്ങിയത് ഇപ്പോൾ 1991 നടന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു എക്കണോമിക് റീസ്ട്രക്ചറിങ് 1991 നടന്നത്. ആ ഒരു സംഭവം ലോങ് ടേം ഇമ്പാക്റ്റ് ഇപ്പോൾ വരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ all these macro environmental changes create a huge impact over the economy, right? So
this is about the macro environment. Macro environment is external in nature, it is uncontrollable, and then it is dynamic and it is changing in nature. It has a wide impact and long-term influence. സോ മാക്രോ എക്കണോമിക്കിൽ നമ്മൾ പെസിൽ അനാലിസിസ് എന്നാണ് പറയുന്നത്. ഈ കമ്പനീസ്, ഓർഗനൈസേഷൻസ് ഒരു ഡെസിഷൻ എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അവർ ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് പെസിൽ അനാലിസിസ് എന്ന് പറയുന്നത്. P stands for political and E stands for economic, S is socio-culture, L is legal, E is environment. Okay, so this is PESIL analysis എന്ന് പറയുന്നത്. Okay, so political environment എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ്സിനെ ബാധിക്കുന്നത്? ഒരു പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റിനകത്ത് വരുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, റെഗുലേഷൻസ്, laws, and all these are the political environment. നമ്മൾ പറയൂലേ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഈ ഒരു മൂന്ന് ഓർഗൻ, ദ പൊളിറ്റിക്കൽ ഓർഗൻസ് ഓഫ് എ കൺട്രി. ഈ പൊളിറ്റിക്കൽ ഓർഗൻസിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ബിസിനസ്സിനെ ബാധിക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ് ഇൻഫ്ലുവൻസിങ് ദ ബിസിനസ്. Okay, and then next is the economic environment. Economic environment എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് കണ്ടീഷൻ ഓർ ദ ഫിനാൻഷ്യൽ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ കൺട്രി. സോ ആ ഒരു കണ്ടീഷൻ എപ്പോൾ വേണമെങ്കിലും ചെറിയ ചേഞ്ചസിൽ മാറാൻ ചാൻസസ് ഉണ്ട്. സോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എക്കണോമിക് കണ്ടീഷനും നമ്മുടെ ബിസിനസ്സിനെ ഒരുപാട് ബാധിക്കുകയാണ്. സോ ഫോർ എക്സാമ്പിൾ ദ കറൻസി റേറ്റ് ഇൻക്രീസ്, ദ റെപ്പോ റേറ്റ് ഇൻക്രീസ് ആവുന്നു, ബാങ്ക് റേറ്റ്സ് ഇൻക്രീസ് ആവുന്നു, മണി ഫ്ലോ കുറയുന്നു, മണി ഫ്ലോ കൂടുന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട്സ് ഡിഫർ ആവുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം ബിസിനസ് എൻവിറോൺമെൻറ്റും ബാധിക്കപ്പെടും. ഓക്കെ, സോ ദിസ് ഓൾസോ നീഡ് ടു ബി അനലൈസ്ഡ് സീരിയസ്ലി so that proper decisions can be taken. Another environment is the technological environment. Technology അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് AI കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആദ്യ കാലത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അല്ല നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് പല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ബിസിനസ്സും അതനുസരിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പോഴും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പഴയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സും ലോങ് ബേസ്ഡ് കമ്പ്യൂട്ടേഴ്സും മാത്രമേ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രത്തോളം അവർക്ക് ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആവാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ കോമ്പറ്റീഷനിൽ നിൽക്കാൻ പറ്റത്തില്ല, അല്ലേ? സോ ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാൻ. സോ നമ്മൾ പഴയ കാലത്തിൽ നമ്മൾ ഈ കാസറ്റ് ഉപയോഗിച്ചിരുന്നു. കാസറ്റിൽ നിന്ന് CD മാറി, പിന്നെ പെൻഡ്രൈവിലോട്ട് മാറി, നൗ ഹാർഡ് ഡിസ്ക്, പിന്നെ ക്ലൗഡ്, ഇങ്ങനെ നമ്മൾ ഡെവലപ്പായി, അല്ലേ? ഇപ്പോഴും പഴയ ടൈപ്പ് TV അല്ലല്ലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നൗ വി ഹാവ് ദ സ്ലിം സ്ട്രക്ചേർഡ് TVs ആൻഡ് ഓൾ. സോ ടെക്നോളജി എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നോ അതനുസരിച്ച് ബിസിനസ്സും ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കണം. സോ ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് എൻവിറോൺമെൻറ്റ് ടു ലേൺ. പിന്നെ വരുന്നതാണ് സോഷ്യൽ എൻവിറോൺമെൻറ്റ്. സോഷ്യൽ എൻവിറോൺമെൻറ്റിനകത്ത് വരുന്നത് നമ്മുടെ വാല്യൂസ്, പിന്നെ കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെയാണ് സോഷ്യൽ എൻവിറോൺമെൻറ്റ്. നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇത് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, കസ്റ്റമേഴ്സിൻ്റെ സോഷ്യൽ ബിലീഫ്, കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം കൂടിയാണ് ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കൺട്രിയിൽ, ഫോർ എക്സാമ്പിൾ ഒരു കൺട്രിയിൽ കുറേ ഫീമെയിൽ മാത്രമാണ് ഉള്ളതെന്ന് വെച്ചോ. ഓക്കെ, 80% ഓഫ് ദ കൺട്രി ഈസ് ഫിൽ വിത്ത് ഫീമെയിൽ ഓൺലി ആൻഡ് ഓൺലി 20% മാത്രമാണ് മെയിൽ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ ഒരു കൺട്രിയിൽ ഫീമെയിൽ ഓറിയൻറ്റഡ് പ്രോഡക്ട്സ് മാത്രം, ഇപ്പോൾ മേക്കപ്പ് പ്രോഡക്ട്സ്, പിന്നെ കോസ്മെറ്റിക്സ്, ഡ്രസ്സ്, അങ്ങനത്തെ ഒരു പ്രോഡക്ട്സ് മാത്രമായിരിക്കും നന്നായിട്ട് സെല്ലാവുന്നത്, അല്ലേ? ഈ മെയിൽ ഓറിയൻറ്റഡ് പ്രോഡക്ട്സ് എല്ലാം വളരെ കുറഞ്ഞ സെയിൽസേ ആവത്തുള്ളൂ. സോ ഈ സോഷ്യൽ എൻവിറോൺമെൻറ്റും നമുക്ക് നന്നായിട്ട് പഠിക്കണം. അതേപോലെ ഇപ്പോൾ ക്രിസ്മസ് ഓർ ദീപാവലി അങ്ങനത്തെ ഫെസ്റ്റിവൽ ടൈംസിൽ ഫെസ്റ്റിവൽ പ്രോഡക്റ്റ്സൊക്കെ ഒരുപാട് സെല്ലാവും. അത് പക്ഷേ ആ ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്ക് അത്രയും കച്ചവടം ഉണ്ടാവില്ല, അല്ലേ? സോ സോഷ്യൽ എൻവിറോൺമെൻറ്റ് ഓൾസോ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ
ബിസിനസ്. സോ ഇതിലേതെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ ബിസിനസ്സും ബാധിക്കപ്പെടും. Then comes the legal environment. Legal environment is nothing but the laws and regulations governing business activities. So laws എപ്പോഴും പുതിയ ലോസ് വരാം, കമ്പനി ലോ, കോർപ്പറേറ്റ് ലോസ്, then we have the GST ലോസ്, പിന്നെ ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന പല ലോസും നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ആ ഒരു ഈ ബാങ്കിങ് ലോസ്, നെഗോഷ്യബിൾ ആക്ട്സ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഇൻ്റലക്ച്വൽ റൈറ്റ്സ്, ഇങ്ങനെ പല ലോസും ആക്ട്സും നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന പല ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെയും ബിസിനസ്സിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. സോ ഇതും നമ്മൾ പഠിച്ചിരിക്കണം. So only if the business analyzes all these environment properly, all these factors നന്നായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുത്ത് നമ്മുടെ ഓർഗനൈസേഷനെ ഗ്രോത്തിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ എൻവിറോൺമെൻറ്റ് നമ്മുടെ കയ്യിലല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അതിലോട്ട് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്താൽ, നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് കമ്പനീന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും പറ്റുമോ, കമ്പനിക്ക് എന്തെങ്കിലും പറ്റുമോ, നമ്മൾ ലോസിലോട്ടും പോവോ എന്നുള്ള ഒരു പേടിയും കൂടി നമുക്ക് ഉണ്ടാവും. സോ ഇതെല്ലാം കൂടെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർ പെസിൽ അനാലിസിസ് ആൻഡ് ബിസിനസ് എൻവിറോൺമെൻറ്റിനെ പഠിക്കണം. ഓക്കെ, so with this I end up this concept of business environment in this session. So thank you everyone for patiently listening to my session. ഇനിയും പല ക്ലാസ്സുകൾ ഉണ്ടാവും, പല സെഷൻസ് ഉണ്ടാവും. എല്ലാവരും ഈ സെഷൻസിന് പഠിക്കുക. കീപ് റിവൈസിങ് മൈ ടോപ്പിക്സ് ആൻഡ് ടേക്ക് യുവർ ഓൺ നോട്ട്സ്. UGC നെറ്റ് അനുസരിച്ച് കുറേ നോട്ട്സ് എടുക്കണം, കുറേ പഠിക്കണം, എന്നാലേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ പേഷ്യൻ്റ്ലി ലിസണിങ്. താങ്ക് യു.